ഞങ്ങളല്ലോ വണ്ടി ആദ്യം തടഞ്ഞ ആദിവാസികളാണ് തടഞ്ഞത്. മാത്രല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട സ്ഥലത്തെ MP അല്ലേ, MP-യോട് സംസാരിച്ചിരിക്കുന്നതിനിടയില് ബോഡി തട്ടിപ്പ് കടത്തി കൊണ്ടുപോയി. ഇത് എന്താ ഒരു കാണിക്കണം? ഞാൻ അവിടെ നിന്ന് സബ് കളക്ടറുമായിട്ട് ഞാനും അവിടെ നിന്ന് സബ് കളക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ സബ് കളക്ടർ പറഞ്ഞു, സാർ നിങ്ങൾ അനുവദിക്കുക, നിങ്ങൾ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ജില്ലാ പ്രതിപക്ഷ നേതാവ് വരുന്നുണ്ട്, പ്രതിപക്ഷ നേതാവ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. എന്റെ അടുത്ത് ഈ നിൽക്കുന്ന ബഹുമാനായ സബ് കളക്ടർ പറഞ്ഞു, സാറ് നിങ്ങൾ അനുവദിക്കുന്നത് ഞങ്ങൾ കൊണ്ടുപോകില്ല എന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതെന്ന മോഷണം നടത്തി കൊണ്ടുപോകുന്ന പോലെയാണ്. എന്തൊരു മര്യാദയാണിത്, എന്തൊരു ഉദ്യോഗസ്ഥന്മാരാണ് ഇവർ, ഏത് മര്യാദ? ഞാൻ ആദിവാസികൾ തന്നെയാണല്ലോ ആ വാഹനത്തിന് മുന്നിൽ കടന്നത്. ഇതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ചോ ഇതിന്റെ വരുമാനങ്ങളെ കുറിച്ചോ ഒന്നും പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിയാത്ത പാവപ്പെട്ട ആദിവാസികളെ സ്വാധീനിച്ചെടുക്കേണ്ട തീരുമാനമാണോ ഇത്? ഇതിവിടെ ജനപ്രതിനിധികളില്ലേ? ഇവിടെ നിങ്ങൾ പത്രക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ? നമ്മളൊക്കെ രാവിലെ 10 മണി തൊട്ട് പറയുന്നത് കളക്ടർ വരാമെന്ന് പറഞ്ഞു, കളക്ടർ വന്നില്ല. അവസാനം ഇതിനകത്ത് എന്തോ തീരുമാനമുണ്ടായി. ഞങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സംസാരത്തിൽ എന്താ പറഞ്ഞത്? DYSP പറയുന്നു, ഉദ്യോഗസ്ഥന്മാർ പറയുന്നു, ഡോക്ടർ പറയുന്നു, സബ് കളക്ടർ പറയുന്നു, നിങ്ങൾ അനുവദിക്കാതെ കൊണ്ടുപോകില്ല എന്ന്. ഞങ്ങൾ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വരുന്നുണ്ട്, നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കണം, നമുക്ക് തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ എന്താ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലൂടെ ഇത് കടത്തിക്കൊണ്ടുപോയി കള്ളക്കടത്ത് കടത്തിക്കൊണ്ടുപോകുന്നതാണ് ഡെഡ് ബോഡി കൊണ്ടുപോകുന്നത്. ആദിവാസികൾ തന്നെയല്ലേ അതിന് മുന്നിൽ കിടന്ന് സമരം ചെയ്തത്. ഞങ്ങൾ ഒരു മൃതദേഹത്തെ അനാദരവ് കാണിക്കാൻ ഞങ്ങൾ തയ്യാറില്ല. അതിരപ്പള്ളിയിൽ ഇന്നലെ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച അംബികയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകുന്നത് ജനപ്രതിനിധികൾ ബെന്നി ബെഹനാൻ MP-യുടെ നേതൃത്വത്തിൽ തടഞ്ഞിരുന്നു. പക്ഷേ അംബികയുടെ ബന്ധുക്കളും മറ്റൊരു വിഭാഗവും അവിടെ ഈ പ്രതിഷേധിച്ച കോൺഗ്രസ്സുകാരെ എതിർത്തു. അവരുടെ സഹായത്തോടെ പോലീസ് ആംബുലൻസിൽ മൃതദേഹം കൊണ്ടുപോവുകയും ചെയ്തു. ആദിവാസികളെ തെറ്റിദ്ധരിപ്പിച്ചാണ് പോലീസും ജില്ലാ ഭരണകൂടവും ഈ നിലയിൽ പെരുമാറുന്നത് എന്നാണ് ഇപ്പോൾ ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്. പ്രതിപക്ഷ നേതാവൊക്കെ അവിടേക്ക് എത്താനിരിക്കുകയാണ്. അപ്പോഴേക്കും ഈ പ്രതിഷേധം അവസാനിപ്പിക്കാനുള്ള വളഞ്ഞ വഴിയിലൂടെയുള്ള നീക്കം എന്നൊക്കെയുള്ള വിമർശനമാണ് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത്. എത്രയും പെട്ടെന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വിട്ടുകിട്ടണമെന്നാണ് മരിച്ച അംബികയുടെ ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ വേണം എന്ന് ആവശ്യപ്പെടുകയും അതിനായി അവർ പോലീസിനെ പിന്തുണയ്ക്കുകയും ചെയ്തത്.